റോഡ് അപകടങ്ങൾ നമ്മുടെ രാജ്യത്ത് നിത്യസംഭവങ്ങളാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് അപകടത്തിൽ പരിക്കേൽക്കുന്നത്. പലപ്പോഴും അപകടത്തെക്കാൾ വലിയ വെല്ലുവിളി ആശുപത്രിയിലെത്തിയ ശേഷമാണ്. എന്നാൽ ഇനി ആ ബുദ്ധിമുട്ട് വേണ്ട. വാഹന അപകടങ്ങളിൽ ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് 1.5 ലക്ഷം രൂപ ചികിത്സാ ചെലവ് ഉടൻ അനുവദിക്കുന്ന കേന്ദ്ര പദ്ധതി PM റാഹത്ത് ഇനി കേരളത്തിലുള്ളവർക്കും ലഭിക്കും. ആരാണ് ഈ പദ്ധതിക്ക് അർഹർ? എങ്ങനെ ചികിത്സ ലഭിക്കും? എന്തൊക്കെയാണ് നിബന്ധനകൾ? കൂടുതൽ അറിയാം. റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് ചികിത്സ വൈകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദേശീയ പദ്ധതിയാണിത്. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് ആശുപത്രിയിലെത്തിയ ഉടൻ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ്. പണമില്ലാത്തതിനാൽ ചികിത്സ വൈകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ പദ്ധതി. കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ് എന്നാണ് PM റാഹത്ത് എന്നതിന്റെ പൂർണ്ണരൂപം. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണിത്. റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടോ ചികിത്സ വൈകുന്നതുകൊണ്ടോ ജീവഹാനി സംഭവിക്കുന്നത് തടയാനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. PM റാഹത്ത് പദ്ധതിയിലൂടെ യോഗ്യരായ ഓരോ വ്യക്തിക്കും അപകട തീയതി മുതൽ 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സയ്ക്ക് അർഹതയുണ്ടാകും. അപകടത്തിൽപ്പെട്ടവർക്കോ സഹായികൾക്കോ 112 ഡയൽ ചെയ്താൽ സമീപത്തെ ആശുപത്രി വിവരങ്ങളും ആംബുലൻസ് സഹായവും ലഭ്യമാക്കാനും കഴിയും. ഇതുവഴി അടിയന്തര സേവന വിഭാഗങ്ങൾ, പോലീസ് അധികാരികൾ, ആശുപത്രികൾ എന്നിവയുടെ ഏകോപനവും സാധ്യമാകും. കേന്ദ്ര റോഡ് ഹൈവേ മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് ഡീറ്റെയിൽസ് ആക്സിഡന്റ് റിപ്പോർട്ട് പ്ലാറ്റ്ഫോം, ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ ട്രാൻസാക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റവും സംയോജിപ്പിച്ച സാങ്കേതിക ചട്ടക്കൂടിലൂടെയാണ് PM റാഹത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. അപകടം റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ ആശുപത്രിയിൽ പരിശോധന, അഡ്മിറ്റ് വിവരങ്ങൾ, പോലീസ് പരിശോധന, ചികിത്സ ആനുകൂല്യ തുകയുമായി ബന്ധപ്പെട്ട നടപടി, അന്തിമ പണമിടപാട് എന്നീ ഘട്ടങ്ങളിലെല്ലാം ഈ സംയോജനത്തിലൂടെ സാധ്യമാകുന്നതായിരിക്കും. PM റാഹത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സർക്കാർ ആശുപത്രികളും ദേശീയ ആരോഗ്യ അതോറിറ്റി മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നിരവധി സ്വകാര്യ ആശുപത്രികളും ഈ പദ്ധതിയുടെ ഭാഗമാകും. കേരളത്തിൽ ആദ്യം സർക്കാർ മെഡിക്കൽ കോളേജിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നീട് കൂടുതൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സർക്കാർ നീക്കം. കേരളത്തിലും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമെന്ന വിവരം പുറത്തുവിട്ടത് ഗതാഗത മന്ത്രി CP ജോണാണ്. അപകടത്തിൽ പരിക്കേറ്റ ഒരാൾക്ക് ഇതിനോടകം ചികിത്സാ സഹായം ലഭിച്ചതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന പദ്ധതിയല്ല. ആശുപത്രി ചികിത്സാ ചിലവാണ് പദ്ധതിയുടെ പരിധിയിൽ ക്യാഷ്ലെസ് ആയി ലഭിക്കുക. അപകടം സംഭവിച്ചാൽ നടപടിക്രമം ഇങ്ങനെയാണ്. റോഡ് അപകടം സംഭവിച്ച് 24 മണിക്കൂറിനുള്ളിൽ പരിക്കേറ്റ വ്യക്തിയെ PM റാഹത്ത് പദ്ധതിയിൽ ഉൾപ്പെട്ട ആശുപത്രിയിൽ എത്തിക്കുക. ആശുപത്രി രോഗിയുടെ വിവരങ്ങളും അപകടത്തിന്റെ വിവരങ്ങളും പദ്ധതിയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യും. ആശുപത്രി ചികിത്സ ആരംഭിക്കും. അർഹതയുള്ള ചികിത്സാ ചെലവ് 1.5 ലക്ഷം വരെ ക്യാഷ്ലെസ് ആയി പദ്ധതിയിലൂടെ ആശുപത്രിക്ക് ലഭിക്കും. രോഗിയോ കുടുംബാംഗങ്ങളോ പ്രത്യേക അപേക്ഷ നൽകി തുക വാങ്ങേണ്ട നടപടിക്രമം ഇതിനില്ല. ആശുപത്രിയാണ് ഈ തുക ക്ലെയിം ചെയ്ത് സമർപ്പിക്കുന്നത്.